ഏവർക്കും സ്നേഹവന്ദനം. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം, അതിന് പല മാനങ്ങളും പല ആളുകളും വാർത്താമാധ്യമങ്ങളിലൂടെയൊക്കെ തരുന്നു. പല വാർത്തകളും നമ്മൾ കേൾക്കുമ്പോൾ നേരാണ്, സത്യമാണെന്ന് തോന്നിക്കുന്ന വിധത്തിലുള്ള വ്യാജ വാർത്തകളും വളരെ ശക്തമായി നമ്മുടെ സംസ്ഥാനത്ത് പടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം, ഇസ്രായേലിനെതിരെ നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ PWD വകുപ്പിൻ്റെ മന്ത്രിയും സഖാവ് റിയാസും നടത്തിയതായിട്ടുള്ള ആ പരാമർശം തന്നെയാണ്. ആ പരാമർശത്തിൽ അവർ തെമ്മാടിക്കൂട്ടമെന്ന് ഇസ്രായേലിനെ വിളിച്ചപ്പോൾ അവർ മാധ്യമങ്ങൾക്ക് അനുവാദം കൊടുക്കുകയായിരുന്നു. ഇസ്രായേലിനെ ഏതെങ്കിലും തരത്തിൽ എവിടെയെല്ലാം ഇകഴ്ത്താൻ കഴിയുമോ ആ തരത്തിലൊക്കെ നിങ്ങൾ ഇകഴ്ത്തിക്കൊള്ളുക, അവരെ നമ്മൾ അംഗീകരിച്ചുകൂടാ എന്നുള്ള ഒരു സന്ദേശമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ഇല്ലാത്ത വാർത്തകളാണ്. ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് ഞാൻ നമ്മുടെ അവിടെയുള്ള ഇസ്രായേലിൽ പാർക്കുന്ന നമ്മുടെ സഹോദരങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുവാനിടയായിത്തീർന്നു. അവരുമായിട്ടൊക്കെ സംസാരിച്ച് ഗുഡ്നസ് TVക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ഇൻ്റർവ്യൂ അവിടെയുള്ള പ്രിയപ്പെട്ട അരുൺ വർഗീസ് എന്ന് പറയുന്ന കിഴക്കൻ്റെ തൂലിക എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ഞാൻ ഒരു ഇൻ്റർവ്യൂ നടത്തുകയുണ്ടായി. അതുപോലെ തന്നെ ഗുഡ്നസ് TV ഷൈനി ബാബുമായിട്ടും ഒരു ഇൻ്റർവ്യൂ നടത്തുകയുണ്ടായി. അപ്പോൾ അവരൊക്കെ വളരെ കൃത്യമായിട്ട് അവർ താമസിക്കുന്ന ഇടങ്ങളിലെ ടെൽ അവീവിലാണ് അരുൺ താമസിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് ഇപ്പോൾ യുദ്ധം ഏറ്റവും കൊടുമ്പിടി കൊണ്ടിരിക്കുന്ന ദേശത്ത് പാർക്കുന്ന വ്യക്തിയാണ് ഷൈനി ബാബു. അപ്പോൾ അവരൊക്കെ കൃത്യമായിട്ട് പറയുന്നത് അവരെല്ലാം സുരക്ഷിതരാണ്. അവിടെങ്ങും ഈ പറയുന്ന പോലെ കേരളത്തിൽ നിന്ന് വരുന്ന മലയാള വാർത്തകൾ പോലെ ഒന്നും തന്നെ ഇല്ല, ഭയപ്പെടാനായിട്ടൊന്നുമില്ല. അവരെല്ലാം സുരക്ഷിതരാണ്. അവർ സാമാന്യ രീതിയിൽ തന്നെ ജീവിക്കുന്നു, സാധാരണഗതിയിൽ അവർ പ്രവർത്തിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും അവർ മാറി നിൽക്കുന്നില്ല. പിന്നെ ചില സമയത്ത് അവർക്ക് വാണിംഗ് വരുന്നുണ്ട്. ആ വാണിംഗ് വരുന്ന സമയത്ത് അവർ ബങ്കറിലേക്ക് പോവുകയും അവരെല്ലാം സുരക്ഷിതരാണ്. പിന്നെ അവിടെ സംഭവിച്ച മരണങ്ങൾ, അതിനകത്ത് 2 കാരണങ്ങൾ അവർ ഊന്നി പറയുന്നുണ്ട്. ഒന്ന്, ചില ആളുകളൊക്കെ അതിൻ്റെ പ്രാരംഭ ദിവസങ്ങളിൽ അവർക്ക് അനൗൺസ്മെൻ്റ് ഒക്കെ കിട്ടിയാണ്, അവരോട് വാൺ ചെയ്താണ് ബങ്കറിലേക്ക് പോകാനായിട്ട്. പക്ഷേ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് പോകുന്നതിന് മുമ്പായിട്ട് അവർ നിന്നുകൊണ്ട് വീഡിയോ എടുക്കാനും മറ്റും ബാൽക്കണിയിൽ കയറി നിന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് അവിടെ ബാലിസ്റ്റിക് മിസൈൽ വരികയും അങ്ങനെ അതിൻ്റെ പരിണതഫലമായിട്ട് അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അവർ കൊല്ലപ്പെടുകയൊക്കെ ചെയ്ത്. വേറെ ചില ആളുകൾ അവർക്ക് വാണിംഗ് കിട്ടിയാലും അതിനെ സീരിയസ് ആയിട്ട് എടുക്കാത്തതിൻ്റെ ഫലമായിട്ടും കൂടിയാണ് അവിടെ കാഷ്വാലിറ്റീസ് ഉണ്ടായിരിക്കുന്നതെന്നാണ് അവിടെ നിന്ന് വരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ. അതൊക്കെ നമുക്ക് വിശ്വസിക്കാവുന്നതായിട്ടുള്ള വാർത്തകളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇറാനിൽ നമ്മുടെ ആളുകൾ താമസിക്കുന്നുണ്ട്, അവിടെ ജോലിക്ക് പോകുന്നുണ്ട്. പണ്ടൊക്കെ നമ്മൾ ആ ദേശത്തെ വിളിച്ചുകൊണ്ടിരുന്ന പേർഷ്യൻ രാജ്യമെന്നാണ്. ഒരു പക്ഷെങ്കിൽ കേരളത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് പ്രാരംഭ കാലഘട്ടത്തിൽ നമുക്ക് ഒരു സംസ്ഥാനമായതിനു ശേഷം ഏറ്റവും അധികം ആളുകൾ ഇവിടുന്ന് ജോലിക്ക് പോയൊരു സ്ഥലമാണ് പേർഷ്യക്കാരെന്നാണ് പൊതുവെ നമ്മുടെ നാട്ടിൽ നിന്ന് ഗൾഫ് മേഖലയിലേക്കൊക്കെ അന്ന് പോയ ഇറാനിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അത് പേർഷ്യൻ രാജ്യമായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. അന്നൊരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായിട്ടല്ല അത് തീർന്നത്. അതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഒരു മതസൗഹാർദ്ദ രാഷ്ട്രമായിരുന്നതുകൊണ്ട് എല്ലാവരും അവിടെ ജോലിക്ക് പോവുകയും അങ്ങനെ അവിടെ വളരെ നല്ല ഉയർച്ചകൾ ആ രാജ്യത്തിനും ആ രാജ്യത്തിൽ നിന്ന് നമുക്കുമൊക്കെ ഉണ്ടാകുവാൻ ഇടയായിത്തീർന്നുണ്ട്. എന്നാൽ ഇന്ന് അതിൻ്റെ അവസ്ഥകളൊക്കെ മാറി അതൊരു ഷിയ നിയന്ത്രണത്തിലുള്ള രാജ്യമാണ്. ലോകത്തിലെ ഷിയാക്കൾ ഭരിക്കുന്ന ഭൂരിപക്ഷമുള്ള ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ ഇസ്രായേലിന് മാത്രമല്ല, അത് ഇസ്ലാമിക രാജ്യങ്ങൾക്കും വളരെ ത്രട്ടനാണ്, വളരെ ഭീഷണിയാണ്. അയൽ രാജ്യങ്ങളായിട്ടുള്ള ഇസ്ലാമിക രാജ്യങ്ങളൊന്നും തന്നെ അവരുമായിട്ട് സഖിത്വം നിലനിർത്തുന്നില്ല എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ ഇറാനും സൗദി അറേബ്യയും കൂടെ പ്രോക്സി വാർ, നിഴൽ യുദ്ധങ്ങൾ പല കാലഘട്ടത്തിൽ നടത്തിയിരുന്നു. അന്ന് ഈ സൗദി അറേബ്യയെ സഹായിച്ചത് ശരിക്കും ഇസ്രായേലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിനോടൊപ്പം ഇന്നും ഈ സൗദി അറേബ്യ നിൽക്കാൻ ഇടയായിത്തീരുന്നത്. അതുകൊണ്ട് ഇവിടെയുള്ള മുസ്ലിം സഹോദരങ്ങളെ സംബന്ധിച്ച് ഇറാനിൽ എന്ത് സംഭവിച്ചാലും അത് അവരെ ബാധിക്കുന്ന കാര്യമേ അല്ല. അത് മനസ്സിലാക്കാതെയാണ്, അതിൻ്റെ അത്രത്തോളം ചിന്തിക്കാനുള്ള മൂളയില്ലാഞ്ഞുകൊണ്ടാണ് 2 മന്ത്രിപുങ്കന്മാർ ഇത്തരത്തിലുള്ള വിടുവായ്ത്തരം അടിക്കാനിടയായിത്തീർന്നത്. ഇപ്പോൾ അവർ അതിനെക്കുറിച്ച് ഖേദിക്കുന്നുണ്ട്. മാത്രമല്ല, ഇവിടെ മത്സരം നടക്കുകയാണ് നിലമ്പൂർ മേഖലയിൽ. ആ നിലമ്പൂരിൽ മത്സരിക്കുന്ന അവരുടെ ആള് പരാജയപ്പെട്ടാലും കുഴപ്പമില്ല എന്ന ധാരണയോടുകൂടിയാണ് ഇത്തരം വിടുവായ്ത്തരമൊക്കെ വിട്ടിരിക്കുന്നതെന്ന് അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആളുകൾ നിരീക്ഷിക്കുന്നുണ്ട്. ഏതായാലും അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇസ്രായേൽ സർക്കാർ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിച്ചെടുത്താൽ ഇസ്രായേലിൻ്റെ തന്നെ നിലനിൽപ്പ് വളരെ ഗുരുതരമായ അപകടാവസ്ഥയിലാകുമെന്നും ഇറാനിൽ നിന്നുള്ള സാധ്യമായ ആണവ ആക്രമണത്തിൻ്റെ ആദ്യ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ഇസ്രായേൽ ആയിരിക്കുമെന്നും അവർ വിശ്വസിക്കുന്നുണ്ട്.
ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രായേലിൻ്റെ മുൻകൂട്ടിയുള്ള ആക്രമണത്തിൻ്റെ കാരണമായി ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വളരെ ഔദ്യോഗികമായ പ്രസംഗങ്ങളിൽ ഇങ്ങനെ പറയുകയുണ്ടായി. ഇറാൻ്റെ ആണവവൽക്കരണത്തിൻ്റെ അപകട സാധ്യതയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മറ്റുള്ള എല്ലാ അപകട സാധ്യതകളെക്കാളും ഇത് വളരെ ഗുരുതരമാണ്. മറ്റ് അപകട സാധ്യതകളെല്ലാം വളരെ നിസ്സാരമായിട്ടാണ് അവർക്ക് കാണുന്നത്. അതുകൊണ്ടാണ് ഹമാസുമായിട്ടുള്ള യുദ്ധവും അതുപോലെ ഹൂത്തികളുമായിട്ടുള്ള യുദ്ധത്തിലുമൊക്കെ ഇസ്രായേലിന് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ അവർക്ക് വിൻ ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പം ആണവ ആയുധങ്ങൾ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ഇപ്പോൾ ശേഖരിക്കാവുന്നത് അതിൻ്റെ 4 ഇരട്ടി ഇപ്പോൾ തന്നെ ശേഖരിച്ചു. അത് 60% ഉണ്ട്. ഇനിയും 25% കൂടി ആയിക്കഴിഞ്ഞാൽ ലോകത്തെ തന്നെ ഇല്ലായ്മ ചെയ്യത്തക്കവണ്ണമുള്ള ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ടാക്കാൻ തക്കവണ്ണം ഇറാന് സാധിക്കും. അതാണ് ലോകത്തെ ഭയപ്പെടുത്തുന്ന കാര്യം. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് അറിയാവുന്ന എല്ലാ രാജ്യങ്ങളും ഒറ്റക്കെട്ടായിട്ട് ഇറാനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇസ്ലാമിക രാജ്യങ്ങളൊന്നും തന്നെ, പ്രത്യേകിച്ച് അയൽ രാജ്യങ്ങളൊന്നും തന്നെ ഇറാന് സപ്പോർട്ടില്ലാത്തത്? കാരണം ഇറാൻ്റെ തോന്നിവാസം ഏത് സമയത്തും ആയുധങ്ങളൊന്നുമില്ലാത്ത മുസ്ലിം രാജ്യങ്ങളെ നശിപ്പിക്കുമെന്നുള്ളത് അയൽവാസികളായിട്ടുള്ള മുസ്ലിം രാഷ്ട്രങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് സുന്നികളായിട്ടുള്ള അത്തരക്കാർ ഈ ഷിയാക്കളുമായിട്ട് ഒരിക്കലും കൂട്ടുകൂടാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് അവർ മാറി നിൽക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കണം, കേരളത്തിലെ ജനത മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇറാനിലുള്ള മുസ്ലിം സഹോദരങ്ങളുമായിട്ട് കേരളത്തിലുള്ള മുസ്ലിം സഹോദരങ്ങൾക്ക് ആ 3 സ്ഥലങ്ങളിൽ മാത്രമേ അവരൊരാളുള്ള ഷിയാക്കളുള്ളൂ. ഒന്ന് കോഴിക്കോട്, മറ്റൊന്ന് എറണാകുളത്ത്, വേറൊന്ന് തിരുവനന്തപുരം. ഈ 3 ജുമാ പള്ളികൾ മാത്രമേ ഷിയാക്കൾക്കുള്ളൂ. കുറച്ച് മെമ്പേഴ്സ് മാത്രമേ അവർക്കുള്ളൂ. ബാക്കിയെല്ലാം തന്നെ സുന്നികളാണ്. സുന്നികളും ഷിയാക്കളും തമ്മിൽ ഒരു കാലത്തും യോജിച്ച് പോവുകയില്ല. അവരെത്ര ഇസ്ലാമിക കാര്യങ്ങൾ പറഞ്ഞാലും. അതിന് നല്ലൊരു ഉദാഹരണം ഞാൻ പറയാം. സുന്നികളും മുജാഹിദുകളും ഒക്കെ ഉപയോഗിക്കുന്ന ഖുറാനിൽ 6666 ആയത്തുകളാണുള്ളത്. അതിനകത്ത് 423 ആയത്തുകൾ നഷ്ടമായിട്ടുണ്ട്. ബാക്കിയുള്ള ആയത്തുകളേ ഉള്ളൂ. അത് ആയിഷ ബീബിയുടെ മൃഗം തിന്നു എന്നാണ് സഹീഹായിട്ടുള്ള ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. എന്നാൽ ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 17,000 ആയത്തുകളാണ് ഇറങ്ങിയിരിക്കുന്നത്. മാത്രമല്ല അവർ അലി റാവിയുടെ പിന്തുടർച്ചക്കാരാണ്. അലി റാവിയെ ഇവിടുത്തെ സുന്നികൾ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ, അഥവാ അലി റാവിയും അതേപോലെ നബി തിരുമേനിയുടെ അനേക ഭാര്യമാരിൽ ഇളയ ഭാര്യയായിരിക്കുന്ന ആയിഷ ബീബിയും തമ്മിൽ വലിയ യുദ്ധമുണ്ടായി. ഈ വലിയ യുദ്ധമുണ്ടായ സമയത്ത്, അതായത് അലി എന്ന് പറയുന്നത് നബി തിരുമേനിയുടെ മരുമകനാണ്, അതേസമയം ആയിഷ ബീബി എന്ന് പറയുന്നത് നബി തിരുമേനിയുടെ ഭാര്യയാണ്. അപ്പം ആയിഷ ബീബി എന്ന നബിയുടെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ മരുമകനും തമ്മിൽ ദീർഘകാലം യുദ്ധമുണ്ടായി. അതിനെയാണ് കാമൽ വാർ അല്ലെങ്കിൽ ഒട്ടക യുദ്ധം എന്ന് പറയുന്നത്. ഏകദേശം 90,000 മുസ്ലിംസാണ് 2 പക്ഷത്തു നിന്നായിട്ട്, അലിയുടെ പക്ഷത്തു നിന്നും ആയിഷ ബീവിയുടെ പക്ഷത്തു നിന്നുമായിട്ട് അന്ന് കൊല്ലപ്പെട്ടത്. അപ്പോൾ അന്നേ തുടങ്ങിയ യുദ്ധങ്ങളാണ് ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാവുന്ന പോലെ വെള്ളിയാഴ്ച ജുമയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഷിയാക്കളുടെ പള്ളികളിലേക്ക് ഇവർ കൊണ്ടുപോയി ഒരു ചെറിയ ബോംബ് നമ്മുടെ നാട്ടിൽ പടക്കം പൊട്ടിക്കുന്ന പോലെ കൊണ്ടുവന്ന് എറിയും. ആ എറിയുന്ന സമയത്ത് ഒരു 180, 120, 150 പേരൊക്കെ കൊല്ലപ്പെടും. അവിടുന്ന് തിരിച്ചും ഇങ്ങോട്ടും അതേപോലെ ഒരെണ്ണം വിടും. അത് സ്വാഭാവികമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും തന്നെ ഒരു വാർത്തയാക്കാത്തത്. അതൊരു വലിയ വാർത്തയായിട്ടൊന്നും അവരാരും കാണുന്നില്ല. കാരണം അത് സ്ഥിരം നടക്കുന്ന ഒരു കാര്യമാകുമ്പോൾ പിന്നെ അതെങ്ങനെയാണ് വാർത്തയാകുന്നത്? ഇസ്രായേലാണ് തെമ്മാടിത്തരം കാണിക്കുന്നതെന്ന് പറയുന്ന ആളുകൾ ഓർത്തുകൊള്ളണം. ഈ തെമ്മാടിത്തരം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരു കൂട്ടർ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയാനായിട്ട് നിങ്ങളുടെ നാവ് പൊങ്ങുകയില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ പറയാനുള്ള അധികാരവുമില്ല, അവകാശവുമില്ല, അതിന് ഭയവുമാണ്. ഇല്ല എങ്കിൽ നിങ്ങളൊന്ന് തെളിയിച്ചതാണ്. അത്രേ എനിക്ക് ഈ കാര്യത്തോടു കൂടെ പറയാനുള്ളൂ. അപ്പം ഈ ഇസ്രായേൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ കയറി യുദ്ധം ചെയ്തത്? അതിൻ്റെ കാരണം വളരെ കൃത്യമായിട്ട് അവർ പറയുകയാണ്. ആ അണുവായുധങ്ങൾ നിർമ്മിക്കുന്ന ഈ ഇറാനെ ആദ്യമായിട്ട് അത് പ്രയോഗിക്കുക എന്ന് പറയുന്നത് ഇസ്രായേലിലായിരിക്കും. അതുകൊണ്ട് അവരുടെ സ്വയരക്ഷ എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതിനെ എങ്ങനെ നിങ്ങൾക്ക് തള്ളിപ്പറയാനായിട്ട് സാധിക്കും? ഇപ്പം പാകിസ്ഥാനിൽ അവരും ന്യൂക്ലിയർ ബോംബൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ ഒരു പ്രബല ശക്തിയാണ് എന്നുള്ളത് അവർക്കറിയാവുന്നതുകൊണ്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അവർ പ്രയോഗിക്കാത്തത്. 1979 ഇസ്ലാമിക വിപ്ലവം മുതൽ ഇസ്രായേലിനെ ഒരു ജൂതരാഷ്ട്രമായി കാണുകയും ആ ജൂതരാഷ്ട്രത്തെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം ഇറാൻ്റെ രാഷ്ട്രീയ നയത്തിൻ്റെ കേന്ദ്ര സ്തംഭമാണ്. അവരുടെ കേന്ദ്രം എന്താണ്, അല്ലെങ്കിൽ അവരുടെ ചിന്താഗതി, അവരുടെ രാഷ്ട്രീയ നയത്തിൻ്റെ കോർ പാർട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റയൊന്നേ ഉള്ളൂ. അതെന്താണ്? ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ഇല്ലാതെയായി തീരുക, അവരെ മുടിച്ചു കളയുക.
83-ാം സങ്കീർത്തനമാണ് എൻ്റെ മനസ്സിൽ കൂടെ വരുന്നത്. 3065 വർഷങ്ങൾക്ക് മുമ്പ് ദാവീദ് എന്ന് പറയുന്ന കിങ് ഡേവിഡ് വളരെ കൃത്യമായിട്ട് ചമച്ചു വെച്ച് അന്ന് ഇസ്രായേലിലെ 2ാമത്തെ രാജാവായിട്ട് വാഴുന്ന ഈ പറയുന്ന സ്ഥലത്ത് യെരുശലേമിൽ തന്നെ രാജാവായിട്ട് വാഴുന്ന വ്യക്തി എഴുതി വച്ചിരിക്കുകയാണ്. എന്താണ് എഴുതി വച്ചിരിക്കുന്നത് അറിയാമോ? ഇസ്രായേൽ ഒരു രാജ്യമായിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളയുക. അതിനകത്ത് ഈ പറയുന്ന ശത്രുഗണം എല്ലാം തന്നെ ഉൾപ്പെട്ടു നിൽക്കുന്നുണ്ട്. അന്നുകൊണ്ട് ഇന്നുകൊണ്ട് അവർ ശത്രുഗണത്തിൻ്റെ ആ ഒരു അതിർത്തിയിൽ തന്നെയാണ്, ആ ശത്രുഗണത്തിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അന്ന് മുതൽ അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ഒരു രാഷ്ട്രമായി തീരരുത്. അതവരുടെ ആഗ്രഹമാണ്. ഈ ഒരു കാര്യം അവരുടെ ഉള്ളിൽ കിടക്കിയാലും കൂടാതെ ഇസ്രായേലിൻ്റെ നാശം പലപ്പോഴും ഇറാൻ്റെ ആണവ നിക്ഷേപ ശേഖര അഭിലാഷങ്ങൾക്ക് പിന്നിലെ പല തന്ത്രപരമായ ഉദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ലോകരാഷ്ട്രങ്ങൾ ഗണിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കാതാണ് അവരെ കയറി തെമ്മാടികളെ എന്നൊക്കെ വിളിക്കുന്നത്. മറന്നു പോകരുത്. എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഈ വിധത്തിൽ ഇപ്പോൾ യുദ്ധത്തിന് സജ്ജരായത്, അവർ മുന്നോട്ട് പോയത് എന്നുള്ളത് നാം അറിയണം. അപ്പം ഇസ്രായേലിനെ ആക്രമണ ഭീഷണികൾക്കിടയിൽ അല്ലെങ്കിൽ ഇസ്രായേൽ ആക്രമിക്കും, തിരിച്ചടിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇസ്രായേലിനെതിരെയും അതേപോലെ തന്നെ ഇസ്രായേലിനോടൊപ്പം ചേരുകയും ചെയ്യുന്ന ആളുകൾക്കെതിരെ ഇറാൻ കൊടുത്തായിട്ടുള്ള ചില വാക്കുകളുണ്ട്. ആ വാക്കുകൾ എന്താണ്? ഇറാൻ സർക്കാർ കനത്ത പ്രതിവിധി നടത്തും അല്ലെങ്കിൽ പ്രതികാരം ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് അവർ പറയുന്നത്? അവരിതിനോടകം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 60% യുറേനിയം, സമ്പുഷ്ട യുറേനിയം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ലോകരാഷ്ട്രങ്ങളെ മുഴുവനായിട്ട് നശിപ്പിക്കാൻ കഴിയുന്ന തരത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ടാക്കിയാൽ അതിന് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുക അവരുടെ അയൽ രാജ്യങ്ങളായിരിക്കുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങൾ തന്നെ ആയിരിക്കും, സുന്നി രാഷ്ട്രങ്ങളായിരിക്കും. അതറിയാവുന്നതുകൊണ്ടാണ് ആ സുന്നി രാഷ്ട്രങ്ങൾ ഒന്നും തന്നെ ഇറാനോടൊപ്പം ഈ യുദ്ധത്തിൽ സഹകരിച്ച് നിൽക്കാത്തത്. മാത്രമല്ല അവർ ഇസ്രായേലിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. കാരണം അവർക്കറിയാം അവരുടെ ഒരു ആവശ്യം വന്നാൽ, അവരുടെ ഒരു പ്രശ്നം വന്നാൽ ഇസ്രായേൽ മാത്രമേ തങ്ങളെ സംരക്ഷിക്കാനായിട്ടുള്ളൂ എന്നുള്ളത് അറിയാം. ഇവിടെ കിടന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പോകുന്ന ആളുകൾ ഓർത്തുകൊള്ളണം, ഇസ്രായേൽ അകാരണമായി ഒരു രാജ്യത്തോടും മതത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്താലോ യുദ്ധം ചെയ്തിട്ടില്ല, ചെയ്യുകയുമില്ല. തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി മാത്രമാണ് അവർ ഏതെങ്കിലും രാജ്യങ്ങളോട് യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും വിഭാഗത്തോട് യുദ്ധം ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ പറയുന്നതായിട്ടുള്ള രാജ്യം ഇറാൻ ആകട്ടെ, ഇറാൻ പ്രോക്സി വാർ, അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ പറഞ്ഞു. നിങ്ങളെല്ലാവരും അത് കേൾക്കുകയും വളരെ പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ നിങ്ങൾ തരികയും ചെയ്തു. വളരെ നന്ദി. നിങ്ങളത് വീണ്ടും പലർക്കും അയച്ചു കൊടുക്കുന്നുണ്ടല്ലോ, വളരെ നന്ദി അറിയിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇത് മറ്റുള്ളവർക്കൊന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണമേ എന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു കാര്യം ഓർക്കണം, ഇറാനിയൻ സർക്കാരിൻ്റെ നേതാവും കമാൻഡർ ഇൻ ചീഫ് ആയത്തുള്ള അലി ഖമേനി ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനെ ആക്രമിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും സൈന്യത്തിൽ നിന്നും IRGCയിൽ നിന്നും ആസിജിയിൽ നിന്നും ശക്തമായ തിരിച്ചടി സ്വീകരിക്കാൻ തയ്യാറായിക്കൊള്ളണം എന്ന് പറഞ്ഞതിൻ്റെ കാരണം അവർ ഈ സമ്പുഷ്ട യുറേനിയം കളക്ട് ചെയ്ത് അതിൽ കൂടി ഇപ്പോൾ പറയുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ നമ്മൾ ഫോക്സ് ന്യൂസുകളെയൊക്കെ കൂടുതൽ ആധികാരികമായിട്ട് വിശ്വസിക്കാൻ കഴിയും. ഫോക്സ് ന്യൂസുകളൊക്കെ പുറത്തുവിടുന്നതനുസരിച്ച് ഏകദേശം 5 മുതൽ 8 വരെയുള്ള ന്യൂക്ലിയർ ബോംബുകൾ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് വരെ പറയുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ അവരോട് യുദ്ധത്തിൽ ഏർപ്പെടാൻ അല്ലെങ്കിൽ യുദ്ധം ചെയ്ത് അവരെ അത് ഇല്ലായ്മ ചെയ്തില്ലെങ്കിൽ ഏത് സമയത്തും ഭ്രാന്തമായ തീരുമാനമെടുത്തുകൊണ്ട് ഈ ഖൊമൈനി തന്നെ ഇസ്രായേലിനെ മാത്രമല്ല മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളെ കൂടെ തങ്ങളുടെ ചൊൽപ്പടിയിൽ നിർത്തുകയും അവിടെ അവരുടെ ആധിപത്യം കൊണ്ടുവരാൻ വേണ്ടി അവർ ശ്രമിക്കുകയും ചെയ്യും. അതറിയാമായിരുന്നത് കൊണ്ടാണ് അവിടെയുള്ള ബാക്കിയുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ ഒന്നും തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇറാനുമായിട്ട് സഹകരിക്കാതിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിൻ്റെ ആക്രമണങ്ങളെ പിന്തുണയ്ക്കുന്നവരും എതിർക്കുന്നവരും ഒക്കെ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഖമേനി പറഞ്ഞപ്പോൾ അത് സൗദി അറേബ്യയും അതോടൊപ്പം തന്നെ ടർക്കിയെയും ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ്. അത് മറന്നു പോകരുത്. അപ്പോൾ അവരെയൊക്കെ ആക്രമിക്കാൻ തക്കം ഇവരുടെ കയ്യിൽ ശേഷിയുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഇസ്രായേൽ കയറി അടിച്ച ഈ അടിയെക്കുറിച്ച് അല്ലെങ്കിൽ യുദ്ധത്തെക്കുറിച്ച് മുതിർന്ന രാഷ്ട്രീയക്കാരും ലോകത്തിൽ തന്നെ പല മാധ്യമങ്ങളും വ്യത്യസ്തമായ കോണുകളിലൂടെയാണ് അതിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതിന് പ്രധാനമായിട്ട് ഈ അഭിപ്രായങ്ങൾ രണ്ടായിട്ട് തിരിക്കാൻ കഴിയും. ഞാൻ അതിനെ എങ്ങനെയാണ് വീക്ഷിക്കുന്നത്? അതിനകത്തൊന്ന്, ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ ഇസ്രായേലിൻ്റെ മുൻകൂട്ടിയുള്ള ഈ ആക്രമണത്തെ അനുകൂലിക്കുന്നതായിട്ടുള്ള ആളുകൾ പറയുന്നത് ഇറാൻ്റെ ആണവ പദ്ധതിയിൽ നയതന്ത്ര കരാറിലെത്താൻ
5+1 ഗ്രൂപ്പുമായി നടത്തിയ ചർച്ചകളെ പരാജയപ്പെട്ടവ എന്നും ഉപയോഗശൂന്യമെന്നും സമയം പാഴാക്കുന്ന നയമായും ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള മുൻകൂട്ടിയുള്ള ആക്രമണം എന്ന വാദത്തെ പിന്തുണയ്ക്കുന്ന എല്ലാവരും വിലയിരുത്തുകയാണ്. അവർ പറയുന്നത് ഇറാനുമായിട്ട് ഇങ്ങനെ ഒരു ചർച്ചയ്ക്കോ അല്ലെങ്കിൽ ഇറാന് സമയം കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ചർച്ചകൾക്കെന്നും പറഞ്ഞിട്ട് അവർ സമയം ചോദിക്കുന്നത് അതിനോടിടയ്ക്ക് തന്നെ ഇവര് ഈ ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ടാക്കി വെക്കുകയും അത് ലോകത്തെ ഭീഷണിപ്പെടുത്തുകയും പിന്നീട് ഒരു കരാറിലേക്ക് വരാതിരിക്കാൻ നിൽക്കുകയാണ് അത് കാരണമായി തീരുകയും ചെയ്യും. കാരണം അവര് ഈ വിധത്തിൽ ബോംബുകൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രഹരശേഷിയുള്ള ന്യൂക്ലിയർ ബോംബുകളൊക്കെ അവർ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അവർ ആരുടെയും വാക്കുകൾ കേൾക്കുകയില്ല. ഈ ആണവ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് പാശ്ചാത്യ സാമ്പത്തിക ഉപരോധങ്ങൾ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയിൽ മാറ്റങ്ങൾ വരുത്തുവാൻ പര്യാപ്തമല്ലെന്നും അവർ പറയുന്നുണ്ട്. ഇപ്പൊ ഉപരോധങ്ങൾ കൊണ്ട് നമുക്ക് ഇതങ്ങ് ശരിയാക്കാമല്ലോ എന്നൊക്കെയാണ് ഈ വിദ്വാൻമാരൊക്കെ പറയുന്നത്. എന്നാൽ ഓർത്തുകൊള്ളണം, അത് പര്യാപ്തമല്ല. കാരണം ഇതിനു മുമ്പൊക്കെ അങ്ങനെ ഒരുപാട് ഈ ഉപരോധങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ അവർ മറികടന്നിട്ടുണ്ട്. അപ്പൊ അതൊന്നും ഇതിന് പ്രശ്നമല്ല. മാത്രമല്ല, അവർക്ക് സമ്പദ് വ്യവസ്ഥ എത്ര താഴോട്ട് പോയാലും അവരെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, അത് ഇസ്രായേൽ ഒരു രാജ്യമായി തീരാതെ വണ്ണം, ഒരു രാഷ്ട്രമായി നിൽക്കാതെ വണ്ണം അവയെ മുടിച്ചു കളയുക, അവയെ നശിപ്പിച്ചു കളയുക എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇറാനികൾ ജീവിക്കുന്നത് തന്നെ. ഇറാനികൾ എല്ലാവരും അല്ല, അതിനകത്തിപ്പോൾ 50% കൂടുതൽ ആളുകൾ ഖൊമേനിയുടെ ഈ പ്രസ്താവനകളോടും ഖൊമേനിയുടെ ഈ നിലപാടുകളോടും വളരെ എതിർപ്പുള്ളവരാണ്. നമുക്കറിയാവുന്ന പോലെ അവിടെ ഈ നിരീശ്വരവാദം വളരെ സ്ട്രോങ് ആയിട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാനിൽ. അതിൽ തന്നെ 10% ആളുകൾ ക്രിസ്ത്യ വിശ്വാസത്തിലേക്ക് വന്നിട്ടുണ്ട്. ഷിയ വിശ്വാസത്തിൽ നിന്ന് 10% ആളുകൾ ക്രിസ്ത്യ വിശ്വാസത്തിലേക്ക് വന്നായിട്ട് വളരെ കൃത്യമായ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കണക്കിലെടുക്കുമ്പോൾ ആ രാജ്യത്തിൽ ആഭ്യന്തര വിപ്ലവങ്ങൾ, പ്രത്യേകിച്ച് നിരീശ്വരവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മതവാദികളുമായിട്ട് അല്ലെങ്കിൽ മത നേതൃത്വവുമായിട്ട് യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. അപ്പോൾ അവിടെ തന്നെ അവർ ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാക്കുകയും അവ എന്നേക്കുമായിട്ട് ആ രാജ്യം തന്നെ ഇല്ലാതായി തീരുകയും ചെയ്യും. അപ്പോൾ അവിടുത്തെ ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്തണമെങ്കിൽ അവിടുത്തെ ഭരണകൂടത്തെ മാറ്റിയിട്ട് പുതിയൊരു ഭരണകൂടം അല്ലെങ്കിൽ രാഷ്ട്രങ്ങൾക്ക് എല്ലാവർക്കും അനുകൂലമായ നിലപാടുകൾ എടുക്കുന്ന ഒരു ഭരണകൂടം നിലവിൽ വരണമെന്നുള്ളത് ഇസ്രായേൽ ആഗ്രഹിക്കുന്നുണ്ട്, സൗദി അറേബ്യ ആഗ്രഹിക്കുന്നുണ്ട്, ഖത്തർ ആഗ്രഹിക്കുന്നുണ്ട്, മറ്റുള്ള എല്ലാ സുന്നി രാജ്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. ഇസ്രായേലിനോടൊപ്പവും അമേരിക്കയോടൊപ്പവും അവർ ആ നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. അത് മനസ്സിലാക്കാനെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ഒരല്പം ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോവുകയാണ്. വ്യാമോഹം മാത്രമാണ്. അപ്പം യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെയും ആണവ ഫോർമുലകൾ വഹിക്കാൻ ശേഷിയുള്ള മിസൈലുകൾ നിർമ്മിക്കുന്നതിൻ്റെയും വക്കിലാണ് ഇറാൻ സർക്കാർ എന്നും അത് ഇല്ലാതാക്കുവാൻ പറ്റാത്ത ഒരു ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ടാണ് ഇത് വളരെ കർക്കശമായ യുദ്ധം അനിവാര്യമായിരിക്കുന്നു എന്നുള്ളത് ലോകത്തിലെ ചിന്താശക്തി ഉള്ളതായ എല്ലാ ആളുകളും മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഇസ്രായേലിനോടൊപ്പം നിൽക്കുന്നതും. അതിനെ എതിർത്ത് പറയുന്നവർ, മറുഭാഗത്ത് നിൽക്കുന്ന ആളുകൾ ഓർക്കണം, വേറൊരു വാദം കൂടെ ഇതിനകത്തുണ്ട്. ഇസ്രായേല് മുൻകൂട്ടിയുള്ള ആക്രമണത്തെ എതിർക്കുന്നവർ പറയുന്നത് അപകടകരമായ യുദ്ധത്തിലേക്ക് പോകുന്നത് ഇസ്രായേലിലെ ജനതയുടെ ദൈനംദിന ജീവിതത്തെ ഗുരുതരവും ഭയാനകവുമായി അപകട സാധ്യതകൾ നേരിടേണ്ടി വരുമെന്നാണ്. കാരണം ഇപ്പോൾ ഓൾറെഡി ഈ ഇറാന്റെ പ്രോക്സി വാറുമായിട്ട് ഇവർ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. അപ്പോൾ അതിൻ്റെ പുറത്ത് ഡയറക്റ്റായിട്ടുള്ള ഇസ്രായേലിൻ്റെ അവർ കുറെ കൂടെ ശക്തരാണ്. അപ്പോൾ അവരുടെ പ്രഹരണം വരുമ്പോൾ ഈ ഇസ്രായേലി ജനങ്ങളെല്ലാം കഷ്ടപ്പെടേണ്ടി വരും. കൂടുതൽ അവർക്ക് ടാക്സ് ഉണ്ടാകും, കൂടുതൽ ജീവിത സാഹചര്യങ്ങളുടെ നിലവാരങ്ങൾ കുറയും എന്നൊക്കെയുള്ള ചിന്താഗതികൾ ആ രണ്ടാം കൂട്ടരെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഈ ഇസ്രായേൽ ഇപ്പോൾ ചെയ്യുന്നതായിട്ടുള്ള യുദ്ധത്തെ എതിർക്കുന്നതായിട്ടുള്ള ഇസ്രായേലിനെ കയറി തെമ്മാടികൾ എന്നൊക്കെ വിളിക്കുന്നതായിട്ടുള്ള ആളുകൾ ഈ കാരണങ്ങളാൽ അല്ല. അതിന്റെ കാരണം യഹൂദികളോടുള്ള ഇസ്ലാമിക വിരോധം അത് ഇവിടുത്തെ മുസ്ലിംസിനുണ്ട്, അത് തങ്ങൾക്ക് അനുകൂലമാക്കാം എന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെയുള്ള മുസ്ലിംസ് സുന്നീസാണ്. അവരെ സംബന്ധിച്ചോളം ഷിയാക്കളാണ് യഹൂദികളെക്കാളും അവർക്ക് ഏറ്റവും വിരോധികളായിട്ടുള്ളവർ. അപ്പൊ പിന്നെ ഇവിടുത്തെ 10 വോട്ട് നേടാം എന്ന് വിചാരിച്ചുകൊണ്ട് അമ്മായിപ്പനും മരുമോനും പറഞ്ഞത് അതിപ്പോ കെണിയായി തീർന്നു എന്നാണ് അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആളുകൾ നിരീക്ഷിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം ഇസ്രായേലിൻ്റെ ആക്രമണ രീതികളെക്കുറിച്ചും കൂടെ ഞാനൊന്ന് നിങ്ങളോട് പറയാം. ഞാൻ ഇസ്രായേലിനെ പുകഴ്ത്തി പറയുകയല്ല, മറിച്ച് നീതിയും ന്യായവും എവിടെയുണ്ടോ അതേപോലെ ജനാധിപത്യവും മനുഷ്യന് സ്വാതന്ത്ര്യവും മനുഷ്യൻ്റെ
മനുഷ്യത്വത്തിന്, ഹ്യൂമാനിറ്റേറിയന് ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുകയും ചെയ്യുന്നവരാരുണ്ടോ അവരോടൊപ്പം നിൽക്കാനാണ് എനിക്ക് താല്പര്യം. നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ എടുത്തു പറയുന്നത്. നമുക്കറിയാമല്ലോ, ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ തനാക്കിൽ വളരെ കൃത്യമായിട്ട് മനുഷ്യൻ്റെ സൃഷ്ടിപ്പെന്ന് പറയുന്നത്, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ആണെന്ന് പറയുമ്പോൾ മനുഷ്യൻ എത്രമാത്രം വിലയേറിയവനാണ്. അതിനെക്കുറിച്ച് പിന്നീട് ഇഞ്ചിലിൽ പറയുന്ന സമയത്ത് പറയുന്നത് മനുഷ്യൻ്റെ വില എന്ന് പറയുന്നത് സർവ്വലോകത്തെക്കാളും വിലയേറിയതാണ്. അതുകൊണ്ടാണ് തങ്ങളുടെ ഓരോ പൗരനും, തങ്ങളുടെ സിവിലിയൻസിനൊക്കെയും ഈ ഇസ്രായേൽ അത്രയും വിലയും മാന്യതയും കൽപ്പിക്കുന്നത്. അവിടെ ഓരോ സിവിലിയൻസിനും ഓരോ രാഷ്ട്രത്തിൻ്റെ വിലയാണ് അവർ കൽപ്പിക്കുന്നത്. അല്ലാതെ പന്നിയുടെയും അതേപോലെ തന്നെ ഈ പശുവിൻ്റെയും അതേപോലെ ഈ പാമ്പിൻ്റെയും, ഇപ്പോൾ ഇന്നലെ ആണെങ്കിൽ നമ്മുടെ വടക്കൻ നാട്ടിൽ, അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ തന്നെ 19 പേരെ കയറി ഒരു പേ പിടിച്ച നായ കടിച്ചു. 19 പേരെ ഒരു ദിവസം ഇന്നലെ രാവിലെ ഞാൻ കടിച്ച് അവരെല്ലാവരും ചികിത്സയിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഈ പേപ്പട്ടിയുടെ അത്രയും പോലും വില മനുഷ്യനില്ലാത്ത ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അവിടുത്തെ മന്ത്രിപങ്കുവന്മാർ മനുഷ്യർക്ക് വിലയും നിലയും കൊടുക്കുന്ന രാജ്യത്തെ കയറി തെമ്മാടികളെന്ന് വിളിച്ചില്ലെങ്കിലേ നമുക്ക് അതിശയമുള്ളൂ എന്നാണ് പല ആളുകളും പറയുന്നത് ഞാൻ കേൾക്കാനിടയായിത്തീർന്നത്. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഇസ്രായേലിൻ്റെ ഈ ആക്രമണ രീതികൾ അത് വളരെ ശക്തമായിട്ടുള്ള തന്നെയാണ്. ഇത് പറയുമ്പോഴാണ് ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾ എനിക്കൊപ്പം കൈയടിക്കാൻ ഇടയായിത്തീരുന്നത്. ഇസ്രായേൽ വ്യോമസേന അമേരിക്കയിൽ നിന്ന് വിവിധ ആയുധങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അതിൽ 12L നൂതന F എന്ന് പറയുന്നതായിട്ടുള്ള 15L അല്ലെങ്കിൽ 15L, അതുപോലെ F-16L സൈനിക വിമാനങ്ങളൊക്കെ അവർ കൈവശപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 5ാം തലമുറയിലെ നിരവധി നൂതന F-35 യുദ്ധവിമാനങ്ങളും അതേപോലെ തന്നെ 55 GBU-28 ലേസർ ഗൈഡസ് മിസൈലുകളും ഒക്കെ അവരുടെ കയ്യിലുണ്ട്. അതിനകത്ത് സൂപ്പർസോണിക് ഒക്കെ ഇഷ്ടംപോലെ അവരുടെ കയ്യിൽ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ഇസ്രായേൽ അവരുടെ വ്യോമസേന യുദ്ധവിമാനങ്ങളിൽ ഓട്ടോമാറ്റിക് ഉപകരണങ്ങളും അധിക ഇന്ധന ടാങ്കുകളും സജ്ജീകരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ അവരുടെ പത്രങ്ങളിൽ നിന്ന് മാത്രമല്ല അവരുടെ സോഴ്സുകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കൂടാതെ ദീർഘദൂര ആക്രമണങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളവയാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ. അപ്പോൾ ഇസ്രായേലിൻ്റെ യുദ്ധപാതകൾ അതും കൂടെ നമ്മൾ അറിയണം. ഇസ്രായേലി പത്രമായിട്ടുള്ള യദിയോത്ത് അഹ്റോണോത്തിന്റെ വിശകലനം അനുസരിച്ച് ഇസ്രായേലി വ്യോമസേന പോരാളികൾ ഇറാനിൽ എത്താൻ 4 വഴികൾ ഉപയോഗിക്കുന്നു. അതിൽ ഒന്ന് സൗദി അറേബ്യയ്ക്ക് മുകളിലൂടെയുള്ള തെക്കൻ റൂട്ടാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എൻ്റെ മുസ്ലിം സഹോദരങ്ങൾ ഈ കാര്യത്തിൽ എന്നോടൊപ്പം കൈയടിക്കും. കാരണം സൗദി അറേബ്യ അവരുടെ എയർ റൂട്ട് തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ ഇസ്രായേലിനോടൊപ്പം തന്നെയാണ്. അവർക്ക് ഇറാനെ നഷ്ടപ്പെടണം, അല്ലെങ്കിൽ ഇറാൻ്റെ ഈ തരത്തിലുള്ള സമ്പുഷ്ട യുറേനിയം ഒക്കെ ഇല്ലായ്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. രണ്ടാമത്തെ റൂട്ട് എന്ന് പറയുന്നത് സിറിയയ്ക്കും തുർക്കിക്കും മുകളിലൂടെയുള്ള വടക്കൻ റൂട്ടാണ്. യോർദാൻ, ഇറാഖ് എന്നിവയിലുള്ള മധ്യ റൂട്ടാണ് മൂന്നാമത്തേത്. ചെങ്കടലിന് മുകളിലൂടെയുള്ള ഒരു 3ാം രാജ്യത്തിൻ്റെ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കേണ്ടതില്ലാത്ത ഒരു നീണ്ട റൂട്ടും അവർക്കുണ്ട്. അങ്ങനെ 4 റൂട്ടുകൾ ഇസ്രായേലിനുണ്ട് ഇറാനിലേക്ക് എത്താൻ. അപ്പോൾ ഇറാനെതിരായ ഇസ്രായേലി ആക്രമണത്തിൽ നിന്ന് എത്ര പേർക്കാണ് അപകടമുണ്ടാകുക എന്നുള്ളതിനെക്കുറിച്ചും കൃത്യമായ ഒരു പഠനം യൂട്ട സർവകലാശാല നടത്തിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് യൂട്ട വളരെ കൃത്യമായിട്ട് ഒരു പഠനം നടത്തിയപ്പോൾ അവർ പറയുന്നത്, അതേപോലെ തന്നെ ഒമിഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും നടത്തിയ പഠനത്തിൽ പറയുന്നത്, ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളായിരിക്കുന്ന ഇസ്ഫഹാനും അരക്ക്, നടൻസ്, ബുഷേർ എന്നിവിടങ്ങളിൽ ആക്രമണം ഉണ്ടായാൽ 5000 മുതൽ 80,000 വരെ ആളുകൾ കൊല്ലപ്പെടും, അതിനുള്ള സാധ്യതയുണ്ടെന്നാണ്. ഇപ്പോൾ കാണുന്ന പലസ്തീൻ യുദ്ധത്തിൽ അല്ലെങ്കിൽ ഹമാസിൻ്റെ മരണസംഖ്യകളെക്കാളും എത്രയോ ഇരട്ടി ആയിരിക്കുമെന്നുള്ളതാണ് ഈ യുട്ടസ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിക്കാരൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നത്. അപ്പം ആണവ മാലിന്യങ്ങളുടെ വ്യാവസായിക മാനേജ്മെൻറ്റിൽ വിദഗ്ധനായിട്ടുള്ള ഗോസ്രോ സെംനാനി എന്ന് പറയുന്നതായിട്ടുള്ള ഈ ഗവേഷണത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച, ആ പുസ്തകം രചിച്ച അല്ലെങ്കിൽ സർവേ നടത്തിയ അതിൻ്റെ കാര്യങ്ങൾ, അഭിപ്രായങ്ങൾ രൂപീകരിച്ചായിട്ടുള്ള വ്യക്തി പറയുന്നത്, രാഷ്ട്രീയ സാമ്പത്തിക അന്തരീക്ഷത്തിൽ ഈ സാധ്യമായ യുദ്ധത്തെക്കുറിച്ചുള്ള സംസാരം എപ്പോഴും ഉയർന്നിട്ടുണ്ട്. ഇത് പെട്ടെന്ന് ഒരു യുദ്ധത്തിലേക്ക് ഇസ്രായേൽ പോയതല്ല. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇറാന് പൂർണ്ണ ബോധ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്.
ഇതുപോലെ ആയിരിക്കും സംഭവിക്കുക, നിങ്ങൾക്ക് ഇത്ര ആൾനാശങ്ങളുണ്ടാവും, ഇത്രയും നിങ്ങൾക്ക് നാശനഷ്ടങ്ങൾ വരും എന്നുള്ളതൊക്കെ ഇസ്രായേൽ അവരെ ബോധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇറാൻ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയുകയും അവര് അറിഞ്ഞിട്ടും അറിയാത്ത പോലെ പ്രവർത്തിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ ഈ യുദ്ധങ്ങൾക്ക് വേണ്ടി ചെലവ് വഹിക്കുന്നത് ആരാ? ശരിക്കും ഇറാനിലെ ജനങ്ങൾ തന്നെയാണ്. ഇറാന്റെ യുദ്ധത്തിന് വേണ്ടിയിട്ട് അതിനുവേണ്ടി അവര് അധിക പണിയെടുക്കേണ്ടി വരുന്നത്, അധിക ചെലവ് കൊടുക്കേണ്ടി വരുന്നത് അവിടുത്തെ വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനങ്ങൾ തന്നെയാണ്. അപ്പോൾ ആ ജനതയെക്കുറിച്ച് യാതൊരു കരുതലും ഇപ്പോഴത്തെ ഭരണകൂടത്തിനില്ല. അതുകൊണ്ടാണ് ആ ഭരണകൂടം കൊളാപ്സ് ആയിട്ട് മറ്റൊരു ഭരണകൂടം ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ അംഗീകരിക്കുകയും എല്ലാവർക്കും സമ്മതരായിട്ടുള്ള ഒരു ഭരണകൂടം, ജനായത്ത ഭരണകൂടം, മതഭരണമല്ല ജനായത്ത ഭരണകൂടം അവിടെ ഉണ്ടാകണം എന്ന് ഇസ്രായേൽ മാത്രമല്ല അതിൻ്റെ അയൽവക്കത്ത് താമസിക്കുന്ന മറ്റ് അറബി രാജ്യങ്ങളും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ സംഭവിക്കാൻ പോകുന്ന ദുരന്തം 3000 മുതൽ 10000 വരെ ആളുകൾ ഉടനടി കൊല്ലപ്പെടുമെന്നാണ് അവർ നടത്തിയിരിക്കുന്ന സർവേയിൽ പറയുന്നത്. കൂടാതെ നിരവധി ആളുകൾ ആണവ വികിരണത്തിന് വിധേയരാകുകയും മരണസംഖ്യ വളരെ കൂടുതലായിരിക്കുകയും ചെയ്യും. ഈ ആക്രമണം ഇസ്ഫഹാനിൽ മാത്രം 70,000 മുതൽ 3 ലക്ഷം വരെ ആളുകളെ ഒന്നുകിൽ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ അത് പരിക്കേൽപ്പിക്കപ്പെടുകയോ ചെയ്യുമെന്നും പറയുന്നു. നോക്കിയേ, ഇതിൻ്റെ ദുരന്തം നാളുകളിലേക്ക് എത്ര വലിയ ദുരന്തമായിരിക്കും. കൂടാതെ ആണവ വികീകരണത്തിന് വിധേയരായിട്ടുള്ള പൗരന്മാരെ സഹായിക്കാൻ ഇറാൻ ഒട്ടും താല്പര്യം കാണിക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെ കൊണ്ടെത്തിക്കും? നമുക്കറിയാമല്ലോ, നമ്മുടെ രാജ്യത്ത് ഭോപ്പാലിലുണ്ടായ ഒരു വലിയ ദുരന്തം ചില വർഷങ്ങൾക്ക് മുമ്പ്, അതേപോലെ തന്നെ ചെർണോബിലിലും ഉണ്ടായ ഒരു വലിയ ദുരന്തം. ആ ദുരന്തം പോലെ ഇതെന്നും നിലനിൽക്കും എന്നുള്ളത് മറന്നു പോകരുത്. അപ്പം ഇറാൻ്റെ ഈ കടുംപിടുത്തം അല്ലെങ്കിൽ അവർ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കും എന്നുള്ള ആ രീതിയിൽ പ്രവർത്തിക്കുന്നതിനെ അവരുടെ ചട്ടങ്ങൾ മാറ്റുവാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ് ഈ ദുരന്തത്തിലേക്ക് പോയിരിക്കുന്നത്. അത് മാത്രമല്ല, ഇസ്രായേലിൻ്റെ ആക്രമണങ്ങളെ ചെറുക്കാൻ ഇറാന് വിമാന വിരുദ്ധ പ്രതിരോധ സംവിധാനമുണ്ടെന്നൊക്കെ അവർ പറയുന്നുണ്ട്. അവർ ഉപയോഗിക്കുന്നത് കൂടുതലും റഷ്യ നിർമ്മിച്ചായിട്ടുള്ള 29 മൊബൈൽ ടോർ M1 അതുപോലെ S-300 സംവിധാനങ്ങളൊക്കെ ഉള്ള വ്യോമയാന മാർഗങ്ങളൊക്കെയാണ്. എന്നാൽ ഇറാനെ ആക്രമിച്ചാൽ ഇസ്രായേലിൻ്റെ മുഴുവൻ പ്രദേശവും മിഡിൽ ഈസ്റ്റ് മേഖലയിലെ അമേരിക്കൻ ഐക്യനാടുകളുടെ സൈനിക താവളങ്ങളും ഇറാനിയൻ മിസൈലുകളുടെ ആക്രമണത്തിന് ഇരയാകുമെന്ന് ഇറാന്റെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ ഈ അടുത്ത സമയത്ത് പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതിനെ അവർ പറയാനായിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് അവരെ സഹാബ് 3, അതേപോലെ സജൽ 2, ഗാദർ 110, അതേപോലെ അജഗാംസി, ഘോറോം ഫഹർ എന്നൊക്കെ പറയുന്നതായിട്ടുള്ള ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ചിലതാണ് ടെലവീവിലും മറ്റുള്ള പ്രദേശങ്ങളിലും ഒക്കെ പതിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള കഴിവ് ഇറാനുണ്ടെന്ന് പറയപ്പെടുമ്പോൾ അതിൽ ചിലതൊക്കെ ഈ യുദ്ധത്തിൽ ഇപ്പോൾ അവർ ഉപയോഗിച്ചു തുടങ്ങി. ആ ഉപയോഗിച്ച് തുടങ്ങിയതിന് എത്രത്തോളം ശക്തിയുണ്ടെന്ന് അറിയാനായിട്ട് ഇസ്രായേലിന് ഇതുകൊണ്ട് ഇടയായിത്തീരുകയും ചെയ്യുന്നു. മാത്രമല്ല, നമുക്കറിയാവുന്ന പോലെ ലണ്ടൻ ആസ്ഥാനമായുള്ള ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കാനുള്ള ഇറാൻ്റെ കഴിവ് വളരെ പരിമിതമാണെന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പം ഈ വാചകം അടിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ തങ്ങൾക്ക് ലോകരാഷ്ട്രങ്ങളെ കൂടെ നിർത്താമെന്നുള്ള ഇറാൻ്റെ ആ തന്ത്രവും ഇപ്പോൾ പാളിപ്പോയിരിക്കുകയാണ്. ആകെ കൂടെ നിൽക്കാനായിട്ടുള്ളത് കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ മരുമോനും മാത്രമാണെന്നുള്ളതാണ് ഇതുവരെയുള്ള നമുക്ക് ലഭിക്കുന്ന അറിവനുസരിച്ചുള്ളത്. അപ്പം നിങ്ങൾ തീരുമാനിച്ചുകൊള്ളുക. ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾ ഒന്നടങ്കം ഇറാനെതിരാണ്. അപ്പോൾ നമ്മൾ എത്ര വിവരിച്ചാലും പറഞ്ഞാലും ഈ യുദ്ധം നിർത്തണമോ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമോ? ഇന്ന് അമേരിക്കൻ പ്രസിഡന്റായിരിക്കുന്ന ട്രംപ് പറഞ്ഞതുപോലെ ഇറാൻ തീരുമാനിക്കട്ടെ. ഇറാൻ അത് നിർത്താൻ താല്പര്യമാണെങ്കിൽ അവിടുത്തെ ജനതകൾക്ക് കുഴപ്പം കൂടാതെ മുന്നോട്ട് ജീവിക്കാൻ കഴിയും. അവിടെ പുതിയൊരു ഭരണഘടന വരും, തീർച്ചയായിട്ടും പുതിയ ഒരു ഭരണകൂടം വരും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക്, മാനുഷിക പരിഗണനകളിലേക്ക്, മനുഷ്യത്വപരമായ ജീവിത നിലവാരത്തിലേക്ക് ഇറാൻ എത്തിച്ചേരാൻ ഇടയായിത്തീരും. അതിന് സാധിക്കട്ടെ എന്ന നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഇറാൻ്റെ മേലുണ്ടാകണം. ഇസ്രായേലിനെ ഒരു രാജ്യമായി തീരാതെ വണ്ണം, ഒരു രാഷ്ട്രമായി നിൽക്കാതെ വണ്ണം മുടിച്ചു കളക എന്ന് പറയുന്ന കൂട്ടത്തിൽ ഈ പറയുന്നതായിട്ടുള്ള ആളുകളുമുണ്ട്. അവരുടെ നിലനിൽപ്പിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഇസ്രായേലിൻ്റെ നിലനിൽപ്പ് ലോകരാഷ്ട്രങ്ങളുടെ പുരോഗതിക്ക് അനിവാര്യമാണ്. ഇസ്രായേലിലെ ഓരോ പൗരന്മാരുടെയും ജീവിതം അത് ലോകത്തിന് പ്രയോജനമുള്ള കണ്ടെത്തലുകളും പുതിയ പുതിയ
കണ്ടുപിടുത്തങ്ങളുമൊക്കെ അത് നയിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർ ജീവിച്ചിരിക്കേണ്ടത്, അവർ ഒരു രാഷ്ട്രമായിരിക്കേണ്ടത് നമ്മുടെയും കൂടെ ഉത്തരവാദിത്വമായി കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അവരോടൊപ്പം നിൽക്കാം. നന്ദി, നമസ്കാരം.